ഗൈസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഗിയർലെസ് പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കാരണം എനിക്ക് ഒരുപാട് എൻക്വയറീസ് ഇങ്ങനെ വരുമ്പോൾ ഞാനെന്തെങ്കിലും ഗിയർലെസ്സിലോട്ട് ഞാൻ തിരിയൂല. കാരണം ആരും അങ്ങനെ ഗിയർലെസ് ഉപയോഗിക്കില്ലല്ലോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ എടുത്തിരുന്നത് ബുള്ളറ്റ് അങ്ങനത്തെ കുറച്ച് പ്രീമിയം വെഹിക്കിൾസാണ് പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ എനിക്ക് ഗിയർലെസ്സിനോട് ഫസ്റ്റ് ഒരു ഗിയർലെസ് എടുത്തു ഞാൻ, അതിന് രണ്ടാമതൊരു ഗിയർലെസ് എടുത്തു. പക്ഷേ ഞാൻ ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മൂന്നാമത്തെ ഗിയർലെസ് എടുത്തപ്പോൾ ഞാൻ മൂന്നാമത്തെ ഗിയർലെസ്സാണ് ആദ്യം ഞാൻ ജസ്റ്റ് സർവീസ് ചെയ്ത് കൊടുത്തത്. അതിന് ശേഷം പിന്നെ ഗിയർലെസ്സിന് എൻക്വയറി വന്നപ്പോൾ ഞാൻ ഇവൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞ് ഞാൻ ഇന്ന് ഇവനെയും ഡെലിവറി ചെയ്യാൻ പോകണം. ഒരു മാസത്തെ പോക്കിനാണ് അപ്പോൾ പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് എടുത്ത ഗിയർലെസ് അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അവനെയും കൊടുക്കും. ഞാൻ ഇനിയും ഗിയർലെസ്സിൽ എടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ എനിക്ക് ശരിക്കും എൻ്റെ വികാരം ബുള്ളറ്റാണ്. ബുള്ളറ്റിൻ്റെ ആ ഒരു ഫീലൊന്നും എനിക്ക് വേറൊരു വണ്ടിക്കും കിട്ടിയിട്ടില്ല. പക്ഷേ എന്തോ ആൾക്കാർ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ, അവർ ചിലപ്പം ഗിയർലെസ്സിനേക്കാരും സ്നേഹിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഈ ഗിയർലെസ് ഓടിക്കാൻ പോകണം, അല്ലെങ്കിൽ ഈ ഗിയർലെസ് ഇനി ഒരു മാസം ഉപയോഗിക്കാൻ പോകുന്ന വ്യക്തിനെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവനെ ഞാൻ വെറുതെ കൊടുക്കില്ല കേട്ടോ. ഇവനെ വർക്കൊക്കെ കഴിച്ച് ഫുൾ ടാങ്ക് എണ്ണയൊക്കെ അടിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ റിട്ടേൺ ഇതേമാതിരി നമുക്ക് ഫുൾ ടാങ്ക് ആയിട്ട് കിട്ടണം. ഇതാണ് എല്ലാവർക്കും ഉള്ള റൂൾസ്. കാരണം ഉപയോഗിക്കുന്നവർക്കും നമുക്കും ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു കോലം അങ്ങനെ ആയിരിക്കണം കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, ക്യാമറയൊക്കെ ഇതാണ് ഞാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആരും ആരെയും ഉപദ്രവിക്കാതെ കാര്യങ്ങൾ കൊണ്ടുപോവുക. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.